താജ്മഹലും ആഗ്രാകോട്ടയും കണ്ടുമടങ്ങിയ ഞങ്ങൾ നേരെ റൂമിലേക്കായിരുന്നു യാത്ര ചെയ്തത്. റൂമിൽ നിന്നും കേരള ഭക്ഷണം തന്നെയായിരുന്നു ഉച്ചക്കും അതുപോലെ തന്നെ രാത്രിയും. ശേഷം രാവിലെ 5:30ക്കായിരുന്നു നമ്മുടെ ട്രെയിൻ. പലരും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചായ കുടിക്കുന്ന തിരക്കിലായിരുന്നു. നമ്മുടെ മലയാളി യാത്രാ സഹായി ഷുക്കൂർ എല്ലാവരുടെയും സീറ്റ് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന തിരക്കിലായിരുന്നു. ബാഗും കാര്യങ്ങളുമായി ട്രെയിനിന് കാത്തിരിപ്പ്. അങ്ങനെ ഒടുവിൽ നമ്മൾ കാത്തിരുന്ന ട്രെയിൻ അവിടെ എത്തി. രാവിലെ നേരത്തെയുള്ള യാത്ര പലർക്കും ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഓരോ സ്ഥലവും കാണാനുള്ള ആകാംക്ഷ തന്നെയായിരുന്നു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലോട്ടസ് ടെമ്പിളിലേക്കുള്ള ചെക്കിങ്ങും കഴിഞ്ഞ് അങ്ങ് ലോട്ടസ് ടെമ്പിളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോട്ടസ് ടെമ്പിളിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ച് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ലോട്ടസ് ടെമ്പിളിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. ലോട്ടസിൻ്റെ തന്നെ ഷേപ്പിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. ഒരുപാട് വിദേശികൾ പറഞ്ഞെത്തുന്ന ഏരിയ കൂടിയാണ് ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ. ലോട്ടസ് ടെമ്പിളിലെ നടപ്പാതകളും മറ്റും നല്ല വൃത്തിയോട് കൂടിയാണ് സൂക്ഷിച്ചിരുന്നത്. ലോട്ടസ് ടെമ്പിളിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻട്രി ഫീ ഉണ്ടാവുന്നതല്ല. അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ ശേഷം മാത്രമേ ഉള്ളിലേക്കുള്ള പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലാണ് എൻ്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത്. ബുഷ് ഓറഞ്ച് മരങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ടെമ്പിളിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് അനുവദനീയമല്ല. ഇതിനു മുന്നിൽ കിട്ടുന്ന ബാഗുകളിൽ നമ്മുടെ ചെരുപ്പ്, ഷൂ കാര്യങ്ങളെല്ലാം ഇട്ട ശേഷം ഇതെല്ലാം സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം അവിടെയുണ്ട്. ഇങ്ങനെ പലരും ലോട്ടസ് ടെമ്പിളിൻ്റെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഉള്ളിലേക്ക് പോവുകയാണ്. പലരും ലോട്ടസ് ടെമ്പിളിന് മുന്നിൽ വെച്ച് ഫോട്ടോ, വീഡിയോ കാര്യങ്ങൾ എടുക്കുന്ന തിരക്കിലായിരുന്നു. അടുത്ത സ്ഥലത്തെ കാഴ്ചകൾ കാണുന്ന ആവേശത്തിൽ ബസ്സിൽ നിന്നിറങ്ങി ഓരോരുത്തരായി നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളും ഫാമിലിയും പ്രായമുള്ളവരുമടക്കം ഒരുപാട് പേരുണ്ടായിരുന്നു ഈ യാത്രയിൽ. ഓരോ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. അടുത്ത കാഴ്ച നമ്മൾ കണ്ടത് അലാവുദ്ദീൻ ഖിൽജിയുടെ പൂർത്തിയാകാത്ത സ്വപ്നമാണ്. മസ്ജിദിനോട് ചേർന്ന് കുത്തബ്മിനാറിൻ്റെ ഇരട്ടി ഉയരമുള്ള ഒരു ഗോപുരം പണിയണമെന്നും അതിന് അലായി ദർവാസ എന്ന പേര് നൽകണമെന്നും അലാവുദ്ദീൻ ഖിൽജി ആഗ്രഹിച്ചിരുന്നു. പണി മുഴുവനാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയായില്ല. കുത്തുബുദ്ദീൻ ഐബക്കാണ് കുത്തബ്മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. പല ഘട്ടങ്ങളിലായി ഇത് പൊളിച്ചു പണിയുകയും ചെയ്തിട്ടുണ്ട്. കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ ശേഷം ഡൽഹി സുൽത്താനായി ഭരിച്ചിരുന്ന ഇൽത്തുമിഷിനെ മറവ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഇതിന് ചുറ്റുമൊന്ന് ശ്രദ്ധിച്ചാൽ അറബി കാലിഗ്രഫി അടിപൊളിയായി ചെയ്തിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കുത്തുബ് മിനാറിലെ ഓരോ കാഴ്ചകളും കാണാൻ പറ്റിയ സമയം രാവിലെ അല്ലെങ്കിൽ ഈവനിങ് സമയമാണ്. സമയം ശ്രദ്ധിച്ചാൽ അടിപൊളി കാഴ്ചയാക്കാം. അടുത്തതായി പോയത് ഞങ്ങൾ ഇന്ത്യ ഗേറ്റിലേക്കാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിലൊന്നാണ് ഇന്ത്യ ഗേറ്റ്. ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. ഡൽഹിയിലെ പ്രധാന പാതയായ രാജ്പത്തിലാണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത യാത്ര ഡൽഹി ജുമാ മസ്ജിദിന് മുന്നിലേക്കായിരുന്നു. ഡൽഹി ജുമാ മസ്ജിദിന് മുന്നിലായിട്ട് ഒരുപാട് വഴിയോര കച്ചവടങ്ങൾ കാണാനിടയായി. കുറഞ്ഞ വിലയിൽ തന്നെ നമുക്ക് വിലപേശി പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ ഒരുപാട് കിട്ടുന്ന സ്ഥലമാണ് ഡൽഹി ജുമാ മസ്ജിദിന് മുന്നിലുള്ള ഈ വഴിയോര കച്ചവടങ്ങൾ. ഡൽഹിയിലെ തന്നെ ഏറ്റവും തിരക്ക് കൂടിയ സ്ഥലം കൂടിയാണ് ഡൽഹി ജുമാ മസ്ജിദ്. ആദ്യമായിട്ടാണ് രാത്രി സമയത്ത് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ മുന്നിലേക്ക് എത്തുന്നത്.